ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയന്റെ ശബ്ദം. ഇവരുടെ ലിസ്റ്റ് ഒക്കെ പുതിയതായിരുന്നു. നമ്മൾ കാണിക്കുന്നതെല്ലാം പഴയത്. എന്താണിപ്പോ നിങ്ങൾ പറഞ്ഞത്? ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ? ഞങ്ങളെ പാർട്ടിക്കാര് അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളെ പാർട്ടിക്കാർ അങ്ങനെ ചെയ്തെങ്കിൽ അത് നിങ്ങളെ പാർട്ടിയുടെ കുറ്റമാണ്. ആണോ? ആണ്. നന്നായി. ഇല്ലാത്ത ലിസ്റ്റിൽ ഇല്ലാത്ത കൂടി നന്നായിട്ട് ചെയ്തു കേട്ടോ. അടുത്തത് നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ഇവിടെ കിട്ടേണ്ട സാധനമാണ്. വരും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ട്രൈ ചെയ്തു. എന്നാടേ പറയുന്നേ? അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ എത്രത്തോളം ഉണ്ടെന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ? ഒരു കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും കഴിവുണ്ടെന്ന് അറിയില്ലെന്ന് പറഞ്ഞു കേട്ടോ. നോക്കാം. ഓക്കെ. എന്തോരം പ്രേമം ഉണ്ടായിരുന്നെന്ന് അറിയോ എനിക്ക്? ആ, ഒരു സരള, പിന്നെ ഒരു പത്മം, പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ടായിരുന്നു ഫാത്തിമ, പിന്നെ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. അവളുടെ തന്തയും തള്ളാരും പിടിച്ചെന്നെ കുറിച്ച് തറക്കണ്ടെന്ന് വിചാരിച്ച് പണ്ടേ ഞാൻ ആ പ്രണയം കട്ട് ചെയ്ത. ഇപ്പൊ ഉണ്ടല്ലോ ഒരൊറ്റ എടുത്ത് എന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ആ സത്യം. അതെ. ഒന്നും പറയാനില്ല. കാരണം ഏറ്റവും ട്രിബിൾ ആയിട്ടുള്ള ടോൺ എന്ന് പറയുന്നത് ബിജുക്കുട്ടൻ. അതിന്റെ മുകളിൽ നിൽക്കുന്നതാണ് പുള്ളിയുടെ ശബ്ദം. അപ്പൊ ഇദ്ദേഹം ദാസേട്ടൻ ചെയ്യുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ശബ്ദം എടുക്കുന്ന പറഞ്ഞാൽ 2 അൾട്ടിമേറ്റ്സ് ആണ്. സത്യമാണ്. ഇനി താങ്കളുടെ നമ്പർ പറയും. നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. സ്വഭാവമുണ്ട്, പക്ഷെ സൗണ്ട് ഇല്ല. നീ എന്താ പറയുന്നത്? അവളെ നീ എന്താ ചെയ്തു? ദൈവമേ, എനിക്കെന്തിനീ വിധി? ദൈവമേ. അല്ല, ഒന്ന് ലാൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തപ്പോഴേക്കും അതും പിണറായി വിജയനായി പോയോ എന്ന് എനിക്കൊരു സംശയം. ഓക്കെ, അടുത്ത നമ്പർ 15. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 15. കോഴി. ചെയ്യും, നന്നായിട്ട് ചെയ്യും. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ക്ലാസിക് സോളുകളിലോട്ട് വളർന്നു കഴിയും. കോഴിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതും ഇതിന്റെ അടുത്ത് നിന്നിട്ട്. അപ്പോ അടുത്ത നമ്പർ, ലാസ്റ്റ് നമ്പർ ആണ്. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. പറ്റും. കാരണം ആ ട്രിബിള് വോയിസ് തൊണ്ടയിലുള്ളതുകൊണ്ട് പറ്റുമെന്ന് തോന്നണ. എന്താ പറയുന്നത്? നടക്കല്ലേ? മോനെ നന്നായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇതൊരു ശ്രമമല്ലേ, ഗംഭീരവും. ഓക്കെ, പറയൂ റോഷന്റെ നമ്പർ, ലാസ്റ്റ് നമ്പർ. നമ്പർ 14. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 14. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തു. എന്ത് പൊണ്ണു ചേട്ടത്തി? ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എനിക്ക് വിശക്കുന്നു. സ്റ്റാർട്ട് കിട്ടിയില്ലേ? പൂജപ്പുര രവിയാണെന്നൊരു സംശയം. അപ്പോ രണ്ടുപേരുടെയും 3 നമ്പർ വെച്ച് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ലിസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ടെനിച്ചേട്ടാ പ്ലീസ് കം. അപ്പോ നമുക്ക് റോഷൻ ലിസ്റ്റിലോട്ട് കിടക്കാം അല്ലെ? റോഷൻ ഭയങ്കര ഡിഫറെന്റ് ലിസ്റ്റ് ആണല്ലോ. ആരൊക്കെയായിരുന്നു ആദ്യത്തത്? പതഞ്ജലിയുടെ പരസ്യം. പതഞ്ജലിയുടെ പരസ്യങ്ങൾ. ഓക്കെ. പതഞ്ജലി നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. പതഞ്ജലി നിങ്ങളുടെ കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും പതഞ്ജലി ഒരു ശീലമാക്കൂ. അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡാഡി ഗിരിജ. ഡാഡി ഗിരിജ. എല്ലാവരും അദ്ദേഹത്തിന്റെ റിയൽ വോയിസ് ആണ് അല്ലെങ്കിൽ ഡബിങ് വോയിസ് ആണ്? മനോജ് ചെയ്തു അല്ലേ? ബലരാമൻ, മുരുകന്റെ ശക്തി സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോ ബലരാമ.